ഹലോ, എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എബി ആദ്യമായിട്ട് അംഗനവാടിയിൽ പോവുക കേട്ടോ. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എല്ലാ മാസവും അമൃതം പൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അവന് 3 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവന് അംഗനവാടിയിൽ ജസ്റ്റ് ഞങ്ങൾ ഇന്നലെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് ചെത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഷൂ ഇട്ടാൽ നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഷൂ ഇടുമ്പോൾ അവർ കഴിക്കാൻ ടൈമിലൊക്കെ പുറത്ത് പോയി കൈയൊക്കെ കഴുകി വന്നു, പിന്നെ ചെരുപ്പൂരിയിട്ട് കയറുക. അപ്പം ഈ ഇറങ്ങി കയറുകയും ചെയ്യുമ്പോൾ അത് ഷൂ ആകുമ്പോൾ അവന് ബുദ്ധിമുട്ടാണ്. കാരണം ഷൂ ഇടാൻ ഞാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവന് ഒറ്റയ്ക്ക് ഇടാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളത് ചെരുപ്പൊക്കെ മാറ്റി. അപ്പോൾ ഇതവൻ്റെ മാമൻ അവന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അതായത് എൻ്റെ അനിയന് അവനെ എഴുത്തിനിരുത്തുന്ന അന്ന് ബാഗും അതുപോലെ സ്ലേറ്റും പെൻസിലും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗൊക്കെ കൊണ്ട് പോവാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ അംഗനവാടി കുറച്ചങ്ങോട്ട് ദൂരെയാണ്. അപ്പം പാടും തോടും ഒക്കെ കിടന്ന് വേണം പോവാൻ. അങ്ങനെ ഞങ്ങൾ എത്തി. കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ അടുത്തൊന്നും ആരും വല്ലാതെ മിങ്കിൾ ചെയ്യുന്നില്ല. നോർമലി അങ്ങനെയാണ്. അറിയാത്ത ആരും അടുത്തും അങ്ങനെ വല്ലാണ്ട് ഒന്നിനും പോവില്ല, സംസാരിക്കാനോ ഒന്നിനും പോവില്ല. അവരെന്ത് ചോദിച്ചാലും പറയത്തുമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ അവന് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അതേ സീസോയിൽ ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അനങ്ങി. അപ്പോൾ അവനൊരു പേടി. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴൊക്കെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഞാൻ പിടിച്ചു കൊടുത്തു. പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇതേപോലെ കളിക്കാൻ തുടങ്ങി. ഇതാണ് അകത്ത് കേട്ടോ. അപ്പോൾ അവർ കിടക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഇന്ന് ടീച്ചർ ലീവാണ്. അപ്പോൾ നമ്മുടെ ഹെൽപ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവന് പുതിയതായതുകൊണ്ട് തന്നെ നിൽക്കാനും മടി കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കടല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ദേ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. 12 മണിക്ക് ആകുമ്പോൾ ചോറ് കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇരുത്തം തന്നെ ഉണ്ടാവില്ല. ഞാൻ അവൻ്റെ പിറകിൽ നടന്നിട്ട് കൊടുക്കണം. ഇപ്പോൾ പിന്നെ കുട്ടികളെ ഇടയിലായപ്പോൾ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇലയുടെ ദിവസം കേട്ടോ. ഇലക്കറി ഉണ്ടാവും ഒരു ദിവസം. അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ്. അപ്പോൾ ഇന്ന് ഇലക്കറിയാണ്. അപ്പം മുരിങ്ങ താളിക്കുക എന്ന് പറയില്ല നമ്മൾ, കഞ്ഞിവെള്ളത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ താളിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കണ്ടോ, ചോറുണ്ട് കഴിഞ്ഞതിന് ശേഷം കൈ കഴുകി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഷൂ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് ഊരുന്നതിനൊക്കെ. അങ്ങനെ കുറേ നേരം ഇവിടെ അങ്ങനെ അവന് കുട്ടികളായിട്ട് ഒരുമിച്ച് കളിക്കുന്നില്ല. അവനൊറ്റയ്ക്ക് അങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത്. ചോറ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് വെള്ളം കുടിക്കാം. പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഉറങ്ങും. അപ്പോൾ കുട്ടികൾ അവിടെ ഇങ്ങനെ ഇതുപോലെ കളിക്കാനൊക്കെ പോയിരിക്കുകയാണ്. കാരണം ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഹെൽപ്പറെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ. എന്തോ മീറ്റിങ്ങോ കാര്യമായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ കളിക്കാനൊക്കെ നിൽക്കുകയാണ്. ടീച്ചർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ഇതുപോലെ പായൊക്കെ നിർത്തി കിടത്തു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ആ ചേച്ചി വന്ന് പായൊക്കെ നിർത്തി. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ഇത്രയും നേരം അവിടെ നിൽക്കില്ല, രാവിലെ പോയിട്ട് ഉച്ച വരെ നിൽക്കണം. അപ്പോൾ പിന്നെ അവനൊന്ന് പരിചയമാവുന്നത് വരെ നമ്മൾ ഉച്ച വരെ ഞാനൊന്ന് നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവർ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും പാടത്തെത്തി കേട്ടോ. പാടത്തൂടെയൊക്കെ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെയുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, കൊക്കിനെയും പശുവിനെയൊക്കെ കാണാം. അപ്പം അങ്ങനെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. വരുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഒരു കൊക്കിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ അടുത്തേക്ക് കയ്യും ചൂണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വെള്ള കളറല്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത്. ആ പാടത്തിൻ്റെ ഏകദേശം ഒരു ചാര കളറാണ്, അപ്പോൾ പെട്ടെന്ന് കാണുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നോക്കി നിന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ തോട്ടിലൊന്നും വെള്ളമില്ല, അധികം പാടത്തൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴക്കാലമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിലൂടെ പോകാൻ. കുഞ്ഞിതാണെങ്കിലും 3 പാലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് അതിലേറെ പേടിയാണ്, അവനെയും കൊണ്ട് പോകുന്നത്. അതൊക്കെ ഒരു റിസ്ക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ.